താറാമ എന്നെ ഓടിക്കും കൊത്താൻ വേണ്ടി. ഈ കുഞ്ഞു താറാമ കണ്ടോ? നിങ്ങൾ താറാമേനെ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ എന്നെ കൊത്താൻ ഓടിച്ചു കഴിയുമ്പം ഈ താറാ ചെറുക്കനെ ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കും. കഴുത്തെ തൂക്കി പിടിച്ച് എടുക്കുന്നുണ്ട്. ഇവനെ ഞാനിങ്ങനെ എടുത്ത് തോളത്തിട്ട് നടക്കും. അതിവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ചാടിപ്പോവാനൊന്നും ഇവൻ നോക്കത്തില്ലേ. എൻ്റെ താറാക്കുട്ട എങ്ങനെയുണ്ട് കൊത്ത് കിട്ടിയിട്ട്? കരിങ്കോഴി പഠിച്ചപ്പോൾ തലേ കയറും. ഇപ്പോൾ തലേ കയറും. അവൾക്ക് എപ്പോഴും അതെ. ഞാൻ ഏത് കോഴിയിലെടുത്താലും ഇവള് വന്ന് എൻ്റെ തലേ കയറും. ഇവള് തലേ കയറുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കൊത്തും കിട്ടിയിട്ട് കൂവിക്കൊണ്ട് നിൽക്കണം. അവൾ കയറാനായോളോ? ഇല്ല, തിന്നോണ്ടിരിക്കുക. ഇന്നാടിയോടെ പരിപാടി. താറാമേ എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കൊത്ത് കിട്ടിയിട്ടാ? മേലൊക്കെ മുറിഞ്ഞല്ലോ. ചെറുതിൻ്റെ ഇവിടെ എല്ലാം മുറിഞ്ഞിരിക്കുക. ഇവൻ്റെ കയ്യിൽ നിന്ന് കൊത്ത് കിട്ടിയില്ല താറാവിനെ. ഇപ്പം കയറും. അവിടെ നിൽക്കുക. താറാവിൻ്റെ അവിടെ എടുക്കുക. കയറും. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. നമ്മുടെ വീട്ടിലെ കുറച്ച് പുതിയ മെമ്പേഴ്സാണ് കേട്ടോ. അവരെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ 1-2 ആഴ്ച ആയിട്ടുണ്ട്. ഇതാ അവരെ നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് നെറ്റൊക്കെ ഇട്ട് തിരിച്ച് നിർത്തിയേക്കുവാണ് കേട്ടോ. 12 പേരുണ്ട്. 2 പേര് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ പിള്ളേരാട്ടോ. അവർ വളർന്നു കഴിയുമ്പോൾ ആ ചേട്ടൻ കൊണ്ടുപോയിക്കോളും. അപ്പം നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്ന ഓർക്കുവേ. നമ്മുടെ പഴയ കുട്ടികളൊക്കെ ദാ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ദാ നിൽക്കുന്നതാ. അവരെയൊക്കെ അവിടെ ഇരുത്തിയേക്കുക. നമ്മുടെ കൊച്ചങ്ങളൊക്കെ അതേ നിൽക്കുന്നു. എൻ്റെ ഗ്ലൂക്കോസ് വെള്ളത്തിന് നിങ്ങൾ കണ്ടോ? ഞാൻ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്ത് വളർത്തിയെടുത്തതാ അവനെ. എൻ്റെ ഗ്ലൂക്കോസും വെള്ളം. എന്താ ഇവൻ ഓറഞ്ച് പൂവൻ. ഇതാ നമ്മുടെ വെള്ളക്കോഴി. നിങ്ങൾ വന്നതിലില്ലേ, ഇവൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഇവളെന്നെ പിടിപ്പിക്കും. ഇവളും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഇവളെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ ആ ചേട്ടനോട്. ആ വെള്ളയിലെ പുള്ളിയുള്ളത്. അതാ മറ്റേ കുഞ്ഞാ. ഇതിന് തൊട്ട് മുമ്പ് വാങ്ങിയ കുഞ്ഞാ അത്. അവളൊരിച്ചിരി വലുതായി. സുന്ദരികൾ. എൻ്റെ ഷുട്ടുമണികളാണ് ഇവൾ. എൻ്റെ ഷുട്ടുമണി. ഓ, കുന്തങ്കാലം ഇരിക്കാൻ പറ്റില്ല കോഴികളെ. കാലിനൊക്കെ വേദനയാണ്. ഇതവൻ വിശേഷം അറിയാൻ വന്നാണോ കുഞ്ഞുങ്ങളെ കണ്ടോണ്ട്? ചേട്ടനാണെങ്കിൽ കോഴിക്കൂടൊക്കെ വൃത്തിയാക്കുവാണ് കേട്ടോ. ചേട്ടൻ കോഴിക്കോട് വൃത്തിയാക്കുന്നു. ചേട്ടൻ്റെ കാലിൽ ചേട്ടൻ ബൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് കയറുന്നത് ഇവിടെ. അപ്പോൾ ബാക്ടീരിയ ഒന്നും കയറില്ല കാലിൽ. എൻ്റെ കാലിരിക്കണം നോക്ക്. ഇതേ അപ്പുറത്തുള്ള കോഴിപ്പടകളല്ല ഇപ്പുറത്തെ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് വിശേഷം അറിയാൻ വന്നേക്കുക. നിങ്ങളെവിടെയുള്ളവരാ? നിങ്ങളെവിടെ നിന്ന് വന്നോരാ? അവർക്കറിയില്ലല്ലോ അവരുടെ അടുത്തുനിന്ന് തന്നെ വന്നോരാ ഇവരെന്ന്. ചേട്ടൻ ജോലി ചെയ്യുക. കൂടൊക്കെ നല്ല ക്ലിയർ ഔട്ടാക്കി ക്ലീനാക്കി എടുത്തു. ഒരു കുറ്റിച്ചീലും കൊണ്ട് നടന്ന് ഇങ്ങനെ ആ ചേട്ടൻ സമയം കളയണേ അല്ലേ. പെരക്കാത്തിരിക്കൂല, ഇങ്ങനെ നടന്നോളും. ഞാൻ കുടംപുളി ഇട്ട് വെച്ചോണ്ടിരുന്ന പാത്രം അത്. തക്കാളിപ്പാത്രം. അത് കോഴിക്കൂട്ടിൽ വരെ എത്തി. അത് വാങ്ങിയപ്പോൾ ഞാൻ ഓർത്തോ ഇതുപോലെ കോഴിത്തീട്ടം കോരിയെടുക്കുന്നു. കഷ്ടല്ലേ കോഴിത്തീറ്റ പാത്രത്തിൽ നിന്ന് വീണ് കട്ടിയായി പോയതല്ലേ. ഓ ഐ സി. എൻ്റെ ശുണ്ടരന്മാർ ശുണ്ടരികളും അതെൻ്റെ ശുണ്ടരന്മാർ. ആയി മേത്തേക്ക്. ഇതാണ് എൻ്റെ കുഞ്ഞ്. എൻ്റെ കുഞ്ഞ് ഇടാണ് ഉടനെ. ഞങ്ങൾക്ക് കുഞ്ഞ് കൊമ്പൊക്കെ വന്നു കേട്ടോ. കുഞ്ഞ് കൊമ്പ് ഇതൊക്കെ കണ്ട് അസൂയ മൂത്തിക്കുന്ന ടീമിനെ കണ്ടോ കേട്ടോ. ഇതോ നിൽക്കുന്നു.
അങ്ങോട്ടല്ല അങ്ങോട്ട്. അസൂയ മൂത്ത ടീമാണത്. കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അസൂയ മൂത്ത ടീം ഇത് തിരിച്ചു പോകുന്നു. ഇല്ലടാ ഇനി ഇല്ല. ഇനി നീ ഇല്ല കടന്നെടുത്ത് തിന്നോ വരാന്നിട്ടാ. തിന്നോ. അതേ പ്ലാവല. എനിക്കിതൊക്കെ തിന്നാന്നാ. എന്നാ പോവാട്ടാ. ആദ്യം വെയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ മുറ്റം ഒന്ന് അടിച്ചിട്ടാലോ എന്ന് ആലോചിച്ചു. പക്ഷേ വലിയൊരു മഴക്കാറ് കണ്ടപ്പോൾ വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഭയങ്കരമായൊരു കാറ്റ് വീശിയേ. മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടോട്ടാ. ഇതാ അങ്ങ് റോഡ് വരെ പോയിട്ടുണ്ട്. ആഞ്ഞിലി റബ്ബറിൻ്റെ ഇല, ആഞ്ഞിലിയുടെ ഇലയാണ് കൂടുതലും. റബ്ബറിൻ്റെ ഇല അത്ര ഇല്ലെന്ന് തോന്നുന്നു. പ്ലാവിൻ്റെ ഇലയുണ്ട്, റബ്ബർ ഇലയുണ്ട്, ആഞ്ഞിലിയുടെ ഇലയുണ്ട്. ഇത്രയും കാര്യങ്ങൾ മുഴുവൻ നമുക്ക് സ്വന്തമായിട്ട് ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിലും അടുത്തുള്ള പറമ്പിലെ മരത്തിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഇതിനിപ്പം അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നനഞ്ഞ് കിടക്കുമ്പോഴേ അങ്ങോട്ട് ഒട്ടി 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 കിടക്കും. പെട്ടെന്നൊന്നും അടിച്ചാലൊന്നും പോകത്തില്ല. പോടാ പോടാ. ആ വണ്ടി കണ്ടോണ്ടവൻ. ഓടാ ഓടാ. ഓടിക്കേ ഓടിക്കേ ഓടിക്കേ. അമ്മയുടെ ഉടുപ്പൊക്കെ. അപ്പോഴേ ആൻസൂട്ടൻ്റെ വേദപാഠ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരാം. നമ്മളിപ്പോൾ അതിനുവേണ്ടി പോകാൻ കേട്ടോ. അവനെ സൺഡേ സ്കൂളിൽ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ഏയ് അവൻ ആദ്യത്തെ ബസ്സിൽ കൊണ്ട് കയറി പോരാൻ മാത്രം ഇറങ്ങിപ്പോരില്ല. ഏറ്റവും ലാസ്റ്റ് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന അവനായിരിക്കും. വീട്ടിൽ നിന്ന് തനിച്ചിരിക്കണോണ്ട് 2 കൂട്ടുകാരെ കിട്ടിക്കഴിയുമ്പോൾ അവനത് ഏറ്റവും വലിയ കാര്യമാണ്. കൂട്ടുകൂടാനാണ് ഇവൻ പോകുന്നത്. സ്കൂളിൽ പോകുന്നതും എല്ലായിടത്തും അതെ. ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു. ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വില കൽപ്പിക്കുന്നതാണ്. പിന്നതൊരു ക്രീം കളർ ഡ്രസ്സല്ലായിരുന്നു അവൻ ഇട്ടേ. വരുന്നതേ ഉള്ളെന്ന് തോന്നണം. പിള്ളേരാരും പോയിട്ടില്ലല്ലോ. ഈ വണ്ടിയുടെ പുറകെ കിടക്കുമ്പോൾ അവൻ നോക്കുമോ? കഴിഞ്ഞിട്ടോ സൺഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുമോ എന്നുള്ളതാണ്. രാവിലെ പോയപ്പോൾ പറഞ്ഞാൽ ഞാൻ വിട്ടത്. ചിലപ്പോൾ കൊണ്ടുവരാൻ വരുമായിരിക്കും. നീ ഇങ്ങോട്ട് ഒന്ന് നോക്കണം എന്ന്. നിർമ്മല പബ്ലിക് സ്കൂളിലാണ് അവരുടെ വേദപാഠം ക്ലാസ്സൊക്കെ നടക്കുന്നത്. അയൻസൂട്ടൻ പോയ സ്കൂൾ. അയൻസൂട്ടൻ LKG UKG പഠിച്ചത് അവിടെയാണ്. വരുന്നു. അറിയിക്കണം നോക്കിക്കേ. ഇതേ ഫോണിലേക്ക് നോക്കി കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ആൻസിനെ കാച്ചസൻ ക്ലാസ്സിൽ നിന്ന് പോയി വിളിച്ചോണ്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ ഒരു കപ്പ ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ ചെയ്യും. വേസ്റ്റ് വെള്ളം എല്ലാം കൂടി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിനി കപ്പ പറിക്കാവേ. ആ കപ്പയല്ല, ഇവിടുത്തെ നമ്മുടെ വീടിൻ്റെ പുറത്ത് നിൽക്കണം മഞ്ഞക്കപ്പ, ഏത്തക്കപ്പ. 4 കൊണ്ട് നട്ടത്. 2 ചേട്ടൻ തലനിരിച്ചാട്ട് അത് പോയി. പിന്നെ 1 ആട് കടിച്ചോടുകൂടി അതും പോയി. ഇപ്പോൾ 1 മാത്രം പിടിച്ചു. അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നു. നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പറിച്ച് നോക്കാം. ഏത്തക്കപ്പ. എന്നിട്ട് ആ തണ്ട് നമുക്ക് നടണം. തണ്ടെടുത്ത് വെട്ടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് അത് നടണം. അത് ചീച്ച് കളയരുത്. ഇനി അതും കൂടെ ഉള്ളു നമുക്ക് തണ്ട്. അപ്പം അതുകൊണ്ട് ഇതുണ്ടോ എന്നെ കൊത്താൻ വന്ന താറാമ. ഇതാരാ സൈഡ്? ഇത് എന്നെ കൊത്താൻ വന്ന താറാമയാണ്. ഇവനെ ഞാൻ എപ്പോഴും ഇത് തന്നെ പരിപാടി. ഇവനിപ്പോൾ ആ കരിങ്കോഴപ്പൂവിനെ ഇട്ട് കൊത്തി അവൻ്റെ അയ്യേറ് കാണിച്ചപ്പോൾ ഇവനെ ഞാനൊന്ന് പിടിച്ചു കൊടുത്തു. 1 കൊടുത്തോളാൻ പറഞ്ഞു. താറാമക്കിട്ട് അങ്ങനെ ഒരു കൊത്തും കിട്ടി. താറാമേനെ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. താറാമ എന്നെ ഓടിക്കും കൊത്താൻ വേണ്ടി. ഈ കുഞ്ഞു താറാമ കണ്ടോ? നിങ്ങൾ താറാമേനെ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ എന്നെ കൊത്താൻ ഓടിച്ചു കഴിയുമ്പം ഈ താറാ ചെറുക്കനെ ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കും. കഴുത്തെ തൂക്കി പിടിച്ചെടുക്കുന്നുണ്ട്. ഇവനെ ഞാനിങ്ങനെ എടുത്ത് തോളത്തിട്ട് നടക്കും. അതിവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എടുക്കുന്ന ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ചാടിപ്പോവാനൊന്നും ഇവൻ നോക്കത്തില്ലേ. എൻ്റെ താറാക്കുട്ട എങ്ങനെയുണ്ട് കൊത്ത് കിട്ടിയിട്ട്?
കരിങ്കോഴി പഠിച്ചപ്പോൾ തലേ കയറും ഇപ്പൊ തലേ കയറും. അവൾക്ക് എപ്പോഴും അതെ, ഞാൻ ഏത് കോഴിയിലെടുത്താലും ഇവള് വന്നെ തലേ കയറും. ഇവള് തലേ കയറുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കൊത്തും കിട്ടിയിട്ട് കൂവിക്കൊണ്ട് നിൽക്കണം. അവൾ കയറാനായോളോ? ഇല്ല, തിന്നോണ്ടിരിക്കുക. ഇന്നാടി അവിടെ പരിപാടി. താരാമേ എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കൊത്ത് കിട്ടിയിട്ടാ? മേലൊക്കെ മുറിഞ്ഞല്ലോ, ചെറുതിൻ്റെ ഇവിടെ എല്ലാം മുറിഞ്ഞിരിക്കുക. പൂവൻ്റെ കയ്യിൽ നിന്ന് കൊത്ത് കിട്ടിയില്ല താറാവിനെ. ഇപ്പൊ കയറും ഇപ്പൊ കയറും ഇപ്പൊ കയറും. അവിടെ നിൽക്കുക. കയറാൻ വേണ്ടി അവിടെ എടുക്കുക. അവൻ കയറി കയറണോ? കയറും കയറി പോണു പോയോളെ കയറാൻ വേണ്ടില്ല. താറാവേ അത് എൻ്റെ തലേ കയറാൻ നിൽക്കണതാ. അത് ചേട്ടനെ കണ്ടോണ്ട് പോയി. വാ ചേട്ടാ, അടുത്ത മഴയ്ക്ക് മുമ്പ്. ഞങ്ങളാണെങ്കിൽ കപ്പ പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇനി ഈ കപ്പ ഇവിടെ നിൽക്കാനായിട്ട് അനുവദിച്ചുകൂടാ. വല്ലതും ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നട്ടതാണ്. നമുക്ക് ഒരു 3-4 തണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടണ്ടേ? എത്ര തണ്ട് കിട്ടുമായിരിക്കും ചേട്ടാ? അപ്പം നമ്മൾ ഇതാണ് കേട്ടോ കപ്പ തപ്പ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ ആട്ടിൻകുട്ടിന്നുള്ള അത് നമുക്ക് നടാൻ ചേട്ടാ. ആ ഒരു തണ്ട് ചേട്ടാ ഈ ആട്ടുകുഞ്ഞിനെ പിടിച്ച് കയറ്റി വിട്ടാടാ, അവൻ കടിച്ചു തിന്നും. കൂട്ടിന് അതിൻ്റെ അമ്മയുടെ കൂടെ കയറ്റി വിട്ടാരാ. നീ വീടെടുത്തിട്ടാടാ, അവിടെ ചെളിയുണ്ട്. തണ്ട് നമുക്ക് നടണം. അത് മാറ്റി പുറത്ത് കളയണം. എടാ കപ്പയിലയുടെ ഒരു മണം. നല്ലതാണോ? വേണ്ട, എനിക്കറിയില്ല. നമുക്ക് നോക്കി ഗൂഗിളിൽ വല്ലതും നോക്കാം. കപ്പയില ഒന്നിച്ച് വെട്ടുമല്ലായിരുന്നു നല്ലത്. ചേട്ടാ അറ്റ ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെട്ടിയാൽ അറ്റ നമുക്ക് അറിയാൻ പറ്റൂല അല്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ വെട്ടിയാലും മതി. എടാ പിടിക്കല്ലേടാ, നീങ്ങുവാ. നമുക്ക് മാന്തിയിട്ട് അത് പൊക്കി എടുത്തിട്ട് വെട്ടാം. കുറച്ചെങ്കിലും മാന്തിയിട്ട് വേണ്ടേ പിടിക്കാൻ? വെച്ചാൽ ഇവിടെ അല്ല നമ്മൾ ചവിട്ടി ഉണങ്ങിപ്പോയില്ലേ? ഉണങ്ങിയല്ല, ഡ്രൈ. നിൽക്കും ഞാനും കൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, വേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒടിഞ്ഞു. ഒടിക്കല്ലേ, മാന്തി എടുക്കാം. അവിടെ നമ്മൾ ചവിട്ടി ഡ്രൈ ആയിട്ടുണ്ട്. തൂമ്പ വേണോ? അരിവാളും കൊണ്ട് കൊത്തി നോക്കിയാൽ പോരാ? വേറെ ഉള്ളോ ചേട്ടാ? വേറെ ഉള്ളോ? അയ്യോ, വേറെ ഉള്ളോ ചേട്ടാ? മുറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കപ്പ മുറിഞ്ഞിട്ടുണ്ട്. എടാ ഒരു കപ്പ മുറിഞ്ഞിട്ടുണ്ടടാ. നീ എന്നെ കാണിക്കണേ. എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, മാറിപ്പോ. അതിങ്ങോട്ട് മാറ്റിക്ക മണ്ണ്. അവിടെ ഒടിഞ്ഞു. ഇതത് ഒരെണ്ണം, അത് ഒരെണ്ണം. മഴ പെയ്ത് അവനെ കൊണ്ട് അവനറിയില്ലായിരിക്കും ചേട്ടാ. മാറ്റടാ, മഴയ്ക്ക് മുമ്പ് എടുക്കട്ടെടാ. ഇല്ല, അങ്ങ് പോയേക്കോ ചേട്ടാ. അതങ്ങ് പോയേക്കോ. മുകളിലെ കുറച്ച് മണ്ണ് മാറ്റേ. മണ്ണ് തറഞ്ഞു പോയി. അയ്യോ. ഓക്കെ, അവിടെ അറ്റം കിടപ്പുണ്ട്, അതിങ്ങ് എടുക്കണം. ഓക്കെ, അത് ഇനിയും മുറിഞ്ഞിട്ടുണ്ട് ചേട്ടാ. അതിങ്ങ് എടുക്ക. മഴ പെയ്തട്ടോ. അതെടുക്ക. അത്രേ ഉള്ളല്ലേ? ഇനി അങ്ങോ ഇങ്ങാ സൈഡൊന്നും വന്നിട്ടില്ലല്ലോ. ഒന്ന് നോക്കണോ? നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. വാ, എനിക്കാണെങ്കിലേ പനി പിടിക്കും പെട്ടെന്ന് തന്നെ.
ആ പൈപ്പിൻ ചോട്ടിലിട്ടേ കഴുകണം. അതും കൂടെ എടുത്തോ. ഏതാ? ആ ചേട്ടൻ വെട്ടിത്തരും. അപ്പോൾ മഴ പെയ്തട്ടോ. കപ്പയുടെ തണ്ട് വില എല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നേ. കോഴിക്ക് കപ്പത്തണ്ട് നല്ലതല്ല, അതുകൊണ്ട്. പിന്നെ കപ്പ കഴുകിയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു. എങ്കിൽ പിന്നെ വലിയ മണ്ണൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടൂലോ. അതിൻ്റെ ചുമതല ആൻസൂട്ടനാട്ടോ. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് പുഴുങ്ങി നോക്കാം. ഇത് ഏത്തക്കപ്പയാണെന്നും പറഞ്ഞാണ് നമ്മൾ നട്ടത്. പക്ഷെ കപ്പയുടെ കളറ് വെള്ളയാണല്ലോ ചേട്ടാ. കപ്പ പുഴുങ്ങി കഴിയുമ്പോൾ കപ്പ മഞ്ഞ വരുമോ ചേട്ടാ? നമുക്ക് പുഴുങ്ങി നോക്കാമല്ലോ. ചെണ്ടോറിയം പുഴുങ്ങാം, എന്നാലേ കളർ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ കപ്പയുടെ കളർ വെള്ളയാണല്ലോ ചേട്ടാ. അത് വെച്ചേരെ അറിഞ്ഞൂടാ. ചേട്ടനപ്പോൾ അതേ കപ്പ പച്ചക്ക് തിന്നട്ടോ. വേണ്ട. ഓ ഓ ഓ രുചിയുണ്ടോ? പുഴുങ്ങുമ്പോൾ മഞ്ഞ വന്നില്ലെങ്കിൽ ആ കൊച്ചിനോട് വിളിച്ചറിയാം, നീ എനിക്ക് ഏത്തക്കപ്പ തരാനുണ്ട്, നീ എന്നാടാ വെള്ളക്കപ്പ തന്നേന്. ഓക്കെ ബാ. ആൻസ് നല്ല വൃത്തിയായിട്ടൊക്കെ ആട്ടോ കഴുകുന്നേ. ഏതായാലും വെള്ളമുള്ളതല്ലേ, കാലൊന്നും കഴുകിയേക്കാം. ഞാൻ വണ്ടി വീട്ടിൽ വന്ന് കാല് കഴുകി പോയിട്ടുണ്ട് ഒരു ദിവസം. ബാ പോവാ. ബാ ചേട്ടാ ബാ. എന്തല്ലേ വീണ് കിടക്കണം. വെള്ളം എപ്പടി ഇരിക്ക. നമുക്കേ അവിടെ ചേട്ടാ എന്താ എവിടെ ഇരിക്കണ? എടാ ആൻസാ, ആ തൊപ്പി ഒന്ന് എടുത്ത് കൊടുത്തേടാ. പക്ഷെ ഒരു മഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ. എന്റെ തോന്നലാണോ? എവിടെ ഇരിക്കണേ? പപ്പ കാണിച്ചു തരും. ആ ഉള്ളിലൊരു മഞ്ഞ കളർ തോന്നുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൊരു ഏത്തക്കയുടെ കളറ്. പുല്ല് എടാ നമുക്ക് സിനിമ കാണാൻ. ഇതിപ്പോ തന്നെ ചെണ്ടോറിയും കൊടുക്കട്ടെ. എവിടെ? ആ ഫോണും കൊണ്ടാണോ പോണേ? കൊണ്ടുപോകണോ? എന്നാ ഇവിടെ വച്ചിട്ട് പോ. അവിടെ കൊണ്ടുവയ്ക്കാതെ ഇവിടെ വച്ചിട്ട് പോ. ഫോൺ കയ്യിൽ ഇങ്ങോട്ടെ. ബൈക്കിനാണോ പോണേ? ആ ആ 2 മണി. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് വെട്ടി കഴുകി എടുക്കട്ടെ. അപ്പോൾ കപ്പയെല്ലാം ഞാൻ തൊണ്ട നീക്കിയിട്ടുണ്ടേ. കിളി കിളൂന്നിരിക്കണം. ഈ മഴയായതുകൊണ്ടായിരിക്കും. മൂക്കും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൊണ്ട് തന്നാണ് കേട്ടോ ഈ കപ്പത്തണ്ട്. എനിക്ക് അങ്ങ് കായംകുളത്തുനിന്ന് ക്രിസ്റ്റോ എന്നാണ് കൊച്ചിൻ്റെ പേര്. അത് അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല. അവൻ ഹിന്ദിയാണ് അവൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. എന്നാലും നല്ല സ്നേഹമുള്ള കൊച്ചാണ് കേട്ടോ. ആ കൊച്ച് എനിക്ക് കൊണ്ട് തന്നതാണ്. മഞ്ഞ കളറിലെ കപ്പയുണ്ടെന്നും പറഞ്ഞ് അപ്പം നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു ക്രീം കളർ പോലെ.
അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തു, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയൊരു മഞ്ഞ കളർ വന്നിട്ടുമുണ്ട്, ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല മഞ്ഞ കളർ. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തു. ഞാനോർത്ത് കിളുകിളൂന്ന് കിട്ടുമായിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന് ഓർത്തു. പക്ഷേ അങ്ങനെയുള്ള സംഭവം നന്നായിട്ട് വെന്ത് വന്ന്. അപ്പോഴേ നമ്മൾ ചാച്ചൻ്റെ അടുത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് കപ്പ വേവിച്ച് തിന്ന വീഡിയോ എനിക്കൊന്നും എടുക്കാനായിട്ട് പോയില്ല. അതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ ചേട്ടനാണ് കേട്ടോ കറി വെച്ചത്. പിന്നെ ഇത് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചിക്കൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗമൊക്കെയാണ്, അത് നമ്മൾ മാക്കൂന് വേണ്ടിയിട്ട് വേവിക്കണതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ കിടക്കും. അത് ആൻസിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കാനാണ്. കൊതിയും കൊണ്ട് അപ്പുറം ഇരുന്ന് പടം വരച്ചുകൊണ്ടിരിപ്പുണ്ട്. കൂടുതൽ ചോദിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കൂല എന്ന് ഓർത്തിട്ട് അവൻ കൂടുതൽ പറയാൻ നിൽക്കാത്തത്. ആദ്യം കറിയാണോ വെക്കണേ ഫ്രൈ ആണോ എന്ന് അവൻ ചോദിച്ചു കേട്ടോ. ലെഗ് പീസ് കട്ട് ചെയ്യാതെ വാങ്ങി, ആൻസിന് കട്ട് ചെയ്യാതെ വേണം എന്ന് പറഞ്ഞു. കൊതിയും കൊണ്ട് ചോദിക്കാതെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അത് കാശ്മീരിയാണ്, മറ്റേത് എരിവുള്ളത്. ഇല്ല അത് വേവട്ടെ, ദോശട്ടാന്ന് വേവട്ടെ. ആ വെള്ളം ഇച്ചിരി പറ്റണം. നിനക്ക് വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തിരുമെന്നാണ്. ഉപ്പിട്ടോ? ഇച്ചിരി ഉപ്പ് കൂടെ ഇടാം. ഇപ്പോൾ ആൻസ് നിന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി, ഇതുവരെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കി, ഇത് മാത്രം കരിച്ചു കൊടുത്തു. അല്ല ഇടറാ കൈ കപ്പ ഇരിപ്പുണ്ട്, ചപ്പാത്തി ഉണ്ട്. എണ്ണ ഒഴിച്ചില്ല. ആരാ ചപ്പാത്തിക്ക് എണ്ണ ഒഴിക്കണേ? ചെറുതായിട്ട് എണ്ണ തൂത്തിട്ട് വെക്കണ്ടേ. ചെറുതായിട്ട് എണ്ണ മറ്റേ സംഭവത്തെടുത്ത് നീ മാറിക്കേ. അത് എനിക്കാണ് നാശത്തെ പിന്നെ പോയി. ആ ചർക്കര വെച്ചപ്പോൾ കരിച്ചും കളയും. എനിക്കത് മതിയടാ. ആൻസിന് ചിക്കൻ ലെഗ് പീസും ആ കരളും എല്ലാം കൂടെ വറുത്ത് കൊടുത്തു. കറി വേണ്ടടാ. അപ്പം ഇതാ ഞങ്ങൾ ചപ്പാത്തിയും നിർത്തിയില്ലായിരുന്നോ? അപ്പോൾ ഏതായാലും നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഏതായാലും കപ്പ കഴിക്കണം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഏതെങ്കിലും കഴിക്കണം കാണിക്കാം. എന്താ ആൻസ് എനിക്ക് ഫ്രൈ ആക്കിയാൽ ഇച്ചിരി പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കിടക്കണം ഇങ്ങനെ. അപ്പോൾ അതേ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. ചോറൂണെല്ലാം നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതായത് ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇത് ലെഗ് പീസ് മൂടി വെച്ചില്ല ചേട്ടാ. ഫ്രിഡ്ജൊക്കെ ഉണ്ട്, അതിട്ടങ്ങ് മൂടിയാൽ മതി. മറ്റേതാ വലുതെടുക്കാം. അതല്ല വലുതെടുക്കാം. ഇല്ല അതിൻ്റെ മുകളിൽ എന്തെങ്കിലും അത് കപ്പ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ വീണ്ടും പുതിയ ശേഷം വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.